മൈ ചാനൽ ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഗുജറാത്തി ഡിഷായ തേപ്ലയുടെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയായ പോഷക സമൃദ്ധമായ മുരിങ്ങ ഇല കൊണ്ട് നമുക്ക് തേപ്ല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മുരിങ്ങയില കൊണ്ടുള്ള തേപ്ലയും കൂടെ ഒരു സിമ്പിൾ റായ്ത്തയും തയ്യാറാക്കാൻ തുടങ്ങാം. മുരിങ്ങയില പോഷക സമൃദ്ധമാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻസും കാൽസ്യവും അയണും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഗുണകരമാണ്. മുരിങ്ങയില റെഗുലറായി നമ്മുടെ ഭക്ഷണത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ മുരിങ്ങയിലയിൽ നിന്ന് ലഭ്യമാണ്. ശേഷം നന്നായി കഴുകിയെടുക്കണം. 3 പ്രാവശ്യം വെള്ളത്തിലിട്ട് നന്നായി കഴുകി വെള്ളം മാറ്റിയെടുത്തതാണിത്. ഇനി ഈ ഇലയെല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇനിയും തേപ്ല ഉണ്ടാക്കുന്നതിനായി കുറച്ച് മസാല റെഡിയാക്കണം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി അല്ലിയും 4 പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ മല്ലിയും കൂടെ മിക്സിയിലിട്ട് നന്നായി ചതച്ചെടുക്കുക. ചതച്ചെടുത്താൽ മതി. തരിതരിപ്പായി ഇതുപോലെ ചതച്ചെടുക്കുക. അടുത്തതായി മാവ് കുഴച്ചെടുക്കാം. ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് കടലമാവും എടുത്തിട്ടുണ്ട്. പൊടിയിലേക്ക് കുറച്ച് മസാല ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അയമോദകം. ഇതിൻ്റെ കൂടെ നമ്മൾ ചതച്ചെടുത്ത മസാലയും 1 ടീസ്പൂൺ പുതിനയില പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കുന്നു. നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് തൈര് സഹായിക്കും. ഇവിടെ ഉപ്പ് ചേർക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി കൂട്ടിയിളക്കി കുഴച്ചെടുക്കാം. ആദ്യം ഇലയിലൊക്കെയുള്ള വെള്ളവും തൈര് ചേർത്തതും കൊണ്ട് തന്നെ ചെറുതായി കുഴച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. കടലമാവ് ചേർത്ത കാരണം അത് അല്പം സ്റ്റിക്കി ആയിരിക്കും. 1 സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കുഴയ്ക്കാം. ആട്ട കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ച് 20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി സെറ്റാകാൻ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു സിമ്പിൾ പച്ചടി ഇതിൻ്റെ കൂടെ കഴിക്കുന്നതിനായി തയ്യാറാക്കാം. കടലമാവ് പൊരി കൊണ്ടുള്ള പച്ചടി, ബൂന്തി കൊണ്ടുള്ള റായ്ത്ത. കടലമാവ് പൊരി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായി ഉടച്ചെടുക്കണം. കട്ടയൊക്കെ മാറ്റി നന്നായി ഉടച്ചെടുത്തു. പൊരി കുതിർന്ന് വന്നത് ഞെക്കി വെള്ളം കളഞ്ഞ് തൈരിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ ചതച്ച മുളകും ചൂടാക്കി പൊടിച്ച ജീരകം 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിളക്കാം. വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു പച്ചടിയാണിത്. സിമ്പിൾ തീരെ റായ്ത്ത. മുകളിൽ അല്പം മുളക് പൊടി തൂക്കിയതും കുറച്ച് മല്ലിയില അരിഞ്ഞതും വിതറി വേണം സെർവ് ചെയ്യാൻ. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റോളമായി. ഇനി നമുക്ക് തേപ്ല പരത്തിയെടുക്കാം. ഒരു ചെറിയ ഉരുള എടുത്ത് പൊടി തൂക്കി പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. കടലമാവ് ചേർത്ത കാരണം നല്ല സ്റ്റിക്കി ആയിരിക്കും. കുറച്ച് പൊടി തൂക്കി ഇടയ്ക്കിടയ്ക്ക് പൊടി തൂക്കി കൊടുത്താൽ മതി. നന്നായി കനം കുറച്ച് പരത്തിയെടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കാം. ചൂടായ തവയിൽ മീഡിയം ഹീറ്റിൽ വെച്ച് ചുട്ടെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കണം. ഓരോ വശത്തും അല്പം എണ്ണമയം പുരട്ടി കൊടുക്കണം. തേപ്ല ഉണ്ടാക്കി ഇങ്ങനെ 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിക്കാവുന്നതാണ്. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള തേപ്ലയും എല്ലാം ചുട്ടെടുക്കണം.
ചെയ്യാൻ നേരത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കടലമാവ് ചേർക്കാതിരിക്കുക. കടലമാവ് ചേർക്കുമ്പോൾ എളുപ്പം അഴുക്കാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ തേപ്പിലയും റെഡി ആയിട്ടുണ്ട്. എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുരിങ്ങ തേപ്പില. ഈ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങ തേപ്പില നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പച്ചടിയുടെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇന്നത്തെ ഹെൽത്തി ഡിഷായ മുരിങ്ങ തേപ്പിലയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക്